വെറും 2000-ഓളം രൂപയ്ക്കും കുറച്ച് സ്വർണത്തിനും വേണ്ടിയാണ് 2 ജീവനുകൾ അവർ കവർന്നെടുത്തത്. കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും റെനിയുടെ സുഹൃത്തിന്റെ ആ വിദേശ ഷൂ അവർക്ക് വിനയായി. കേരള പോലീസ് പ്രതികളെ ചെന്നൈയിൽ നിന്ന് പിടികൂടി. വിചാരണയ്ക്കൊടുവിൽ എല്ലാവർക്കും കോടതി വധശിക്ഷ വിധിച്ചു. പിൽക്കാലത്ത് അത് ജീവപര്യന്തമായി കുറഞ്ഞു. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. ജയിലിനുള്ളിൽ വെച്ച് റെനി ജോർജ് എന്ന മനുഷ്യൻ മാറുകയായിരുന്നു. തന്റെ പ്രവൃത്തിയിൽ നീറുന്ന പശ്ചാത്താപം തോന്നിയ റെനി ജയിലിൽ വെച്ച് ആത്മീയതയിലേക്ക് തിരിഞ്ഞു. ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി പുറത്തിറങ്ങിയ റെനി ജോർജ് പിന്നീട് കുറ്റവാളികളുടെ മക്കളെ സംരക്ഷിക്കാനും അവരെ നേർവഴിക്ക് നയിക്കാനുമായി തന്റെ ജീവിതം മാറ്റിവെച്ചു. ഇന്ന് റെനി ഒരു പാസ്റ്ററാണ്. ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും ഭീകരനായ ഒരു കുറ്റവാളിയുടെ അത്ഭുതകരമായ മാനസാന്തരം കൂടിയാണിത്. കരിക്കൻ വില്ല എന്ന വീട് ഇന്നും തിരുവല്ലയിൽ ആ പഴയ ഓർമ്മകളുമായി നിലനിൽക്കുന്നുണ്ടാവാം. പക്ഷേ ആ മതിൽക്കെട്ടിനുള്ളിൽ നടന്നത് മനുഷ്യന്റെ ആർത്തിയും പശ്ചാത്താപവും തമ്മിലുള്ള വലിയൊരു പോരാട്ടമായിരുന്നു.